ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ചോദ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഉയർന്നു നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളിൽ പതറിയ BJP പ്രതിരോധത്തിനായി ഇറക്കിയ മറുവാദങ്ങളെല്ലാം ദയനീയമായി പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു. മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരമില്ല. അങ്ങനെ വരാൻ വഴിയില്ല. നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ജനാധിപത്യം തെരഞ്ഞെടുത്തവരാണോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുത്തവരാണോ? ഉത്തരം പറ. ഈ ചോദ്യം ജനാധിപത്യ ഇന്ത്യയെ വീണ്ടും വീണ്ടും ഉലയ്ക്കുകയാണ്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടോട്ട് വലിഞ്ഞോട്ടെ. അതിനൊരു ഉത്തരം കിട്ടാതെ ഇന്ത്യൻ ജനാധിപത്യം പഴയപടിയാകില്ല. ഇത് സത്യം സത്യം സത്യം. കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്കും തൃശൂരിലേക്കും ഒക്കെ നീണ്ട ആരോപണങ്ങൾ ആ ചോദ്യത്തിന്റെ കനം കൂട്ടുകയാണ്. ഈ പറയുന്ന ഒക്കെ ശരിയാ. ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ജനാധിപത്യ ഇന്ത്യയുടെ അവകാശമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെ എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തമാശ. കമ്മീഷൻ തെരഞ്ഞെടുക്കേണ്ട ഭരണകൂടം കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് കമ്മീഷൻ തിരിച്ച് ഭരണകൂടത്തെ തെരഞ്ഞെടുക്കുന്നു. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ? ഈ ദുരൂഹ വൃത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്ന ജനാധിപത്യമാണ് രാജ്യത്തിന്റെ ആശങ്കയാകേണ്ടത്. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഒരു പ്രത്യേകതരം വിശ്വാസ്യതയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത് ശരിയാ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണപക്ഷം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയോ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ? വൻതോതിൽ വ്യാജ വോട്ടുണ്ടായത് എങ്ങനെ എന്നത് മാത്രമല്ല ഇപ്പോൾ ചോദ്യം. മനസ്സിലാക്കി കളഞ്ഞല്ല. ബീഹാറിൽ വൻതോതിൽ യഥാർത്ഥ വോട്ടർമാരെ വെട്ടുന്നത് എന്തിന് എന്നതും ചോദ്യമാണ്. എന്തിന് ചെയ്തോ പോക്കറി തരാന്ന്, പക്ഷെ നമുക്കത് ഉപകാരപ്പെട്ടില്ലേ? ഈ കമ്മീഷൻ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതോ ഭരണപക്ഷത്തിന്റെ മാത്രം കമ്മീഷനാണോ എന്നത് ഉത്തരമറിയാവുന്ന ചോദ്യമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം വേണം. പറഞ്ഞത് വളരെ കറക്റ്റ്. നുണകളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. വെറുപ്പിൽ നിന്നും ഭിന്നിപ്പിക്കലിൽ നിന്നും സ്വാതന്ത്ര്യം വേണം. വെരി വെരി ഗുഡ്. സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയും തെരഞ്ഞെടുപ്പും ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യം വേണം. എന്നാ പിന്നെ പേടിക്കണ്ട. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ഏജൻസികളിൽ നിന്നും പാർട്ടികളിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും ജനാധിപത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ? ജനാധിപത്യം ജനത്തിന്റെ അവകാശമാണ്. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം.